ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 2023-24 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒരു എക്സാമിന് ഉറപ്പായിട്ടും ബജറ്റിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടാവാം. 2024-25 ബജറ്റും നമ്മുടെ കൺമുന്നിലുണ്ട്. അതിനിടയ്ക്ക് ഒരു ഇടക്കാല ബജറ്റ് ഉണ്ട്. അങ്ങനെ മൊത്തം 3 ബജറ്റ് നമുക്ക് നോക്കണം. വരുന്ന LD എക്സാം എഴുതുന്നവരും അടുത്ത് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും സെക്രട്ടേറിയറ്റ് OA ആയാലും ഇനി വരുന്ന എല്ലാ എക്സാം എഴുതുന്നവരും ഈ 3 ബജറ്റും പഠിച്ചിരിക്കണം. 2023-24 ബജറ്റും വേണം, 2024-25 ഇടക്കാല ബജറ്റും വേണം, 2024-25 ബജറ്റും വേണം. അപ്പോൾ ഈ 3 ബജറ്റും നമുക്ക് 3 ക്ലാസ്സിലൂടെ കാണാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2023-24 ബജറ്റാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. കേന്ദ്ര ബജറ്റ് 2023-24 അവതരിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. ഫെബ്രുവരി 1-നാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഫെബ്രുവരി 1-നായിരുന്നു ആ വർക്കിംഗ് ഡേ. അന്ന് തന്നെ അവതരിപ്പിച്ചു. ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് 100. എന്താണ് ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് 100 എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. 2023-24 ബജറ്റിന് ഒരു വിശേഷണമുണ്ട്. എന്താണത്? ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് 100. എന്താണ് ഈ ഇന്ത്യ അറ്റ് 100? ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് ഈ ഒരു അറ്റ് 100. എന്താണ് ഈ അറ്റ് 100 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറ്റ് 100 ഇപ്പോൾ എന്ത് വന്നാലും അറ്റ് 100 ഒക്കെ നമുക്ക് കാണാം. എന്താണ് അറ്റ് 100? നമുക്കറിയാം, 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 2047 ആകുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 100 വർഷം ആവുകയാണ്. 100 വർഷം തികയുകയാണ് 2047 ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കാണ് നമ്മൾ അറ്റ് 100 എന്ന് പറയുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും എന്താണ്? 2047 ഇന്ത്യ പൂർണ്ണമായിട്ടും വികസിത രാജ്യമായി മാറണം എന്ന രീതിയിലാണ് എല്ലാം എടുക്കുന്നത്. അതാണ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും മോട്ടോയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വികസിത് ഭാരത് എന്നൊക്കെയാണ് വരുന്നത്. ഇനി അടുത്ത സ്വാതന്ത്ര്യദിനം വരാൻ പോകുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ മോട്ടോ ആയിട്ട് എടുത്തതും വികസിത് ഭാരത് അങ്ങനെ ഒരു സന്ദേശമാണ്. അപ്പോൾ ഈ 2047 100-ാം വാർഷികം ആഘോഷിക്കുന്നത് കൊണ്ടാണ് ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് 100 എന്ന് 2023-24 ബജറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ച 7 നിർദ്ദേശങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 100 വർഷമാകുമ്പോൾ 2047 ആകുമ്പോൾ നമുക്ക് സാമ്പത്തിക വളർച്ച നേടണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ പാലിക്കണം. അങ്ങനെ ഒരു 7 നിർദ്ദേശങ്ങൾ 2023-24 ബജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെയാണ് സപ്തർഷികൾ എന്നറിയപ്പെടുന്നത്. എന്താണ് സപ്തർഷികൾ? എന്താണ് സപ്തർഷികൾ? അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ച 2023-24 ബജറ്റിൽ മുന്നോട്ട് വെച്ച 7 നിർദ്ദേശങ്ങളാണ് സപ്തർഷികൾ. ഏതെല്ലാമാണത്? ഹരിത വളർച്ച, അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, ഏറ്റവും താഴെത്തട്ടിൽ വികസനം എത്തിക്കൽ, ധനകാര്യ മേഖലയുടെ വികസനം, യുവജന ശക്തി, കഴിവ് അല്ലെങ്കിൽ ശേഷി പ്രയോജനപ്പെടുത്തൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 നിർദ്ദേശങ്ങൾ? 1 ഹരിത വളർച്ച, 2 അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച, 4-ാമത്തേതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. 4 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. അപ്പോൾ ആദ്യത്തെ 3 ഏതെല്ലാമാണ്? ഹരിത വളർച്ച, അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച. 3-ാമത്തേത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. എന്താണ് ഹരിത വളർച്ച? ഹരിത വളർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം? വികസനം ഉണ്ടാകണം. പക്ഷേ അത് ഒരിക്കലും നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ പ്രകൃതിയെയും നശിപ്പിച്ചുകൊണ്ടാകരുത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വളർച്ച, അതാണ് ഹരിത വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വളർച്ച ഉണ്ടാകണം, പക്ഷേ വളർന്നു വരുമ്പോൾ നമ്മൾ എന്താണ്? ഒരു വികസനം ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ മരങ്ങളും കാടുകളൊന്നും ഉണ്ടാകില്ല. അങ്ങനെ ഒരു വളർച്ച ആകരുത് എന്ന രീതിയിലാണ് ഹരിത വളർച്ച സപ്തർഷികളിൽ ഒന്നായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത എന്താണ്? അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച. എല്ലാവർക്കും എന്ത് കൊടുക്കണം? അടിസ്ഥാന സൗകര്യം കൊടുക്കണം, എല്ലാവർക്കും നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് 2-ാമത്തത്.
3 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സാമ്പത്തിക ലക്ഷ്യമാണ് എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. അത് ഇവിടെയും അവർ വിട്ടിട്ടില്ല. മൂന്നാമത്തേത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം. അടുത്തത് ഏറ്റവും താഴെ തട്ടിൽ വികസനം എത്തിക്കൽ. വികസനം എവിടെയാണ് എത്തിക്കേണ്ടത്? ഏറ്റവും താഴെ തട്ടിലാണ്. ഏറ്റവും താഴെ തട്ടിൽ നിന്നും തുടങ്ങണം. ഏറ്റവും താഴെ തട്ടിൽ വികസനം എത്തിക്കൽ. അടുത്തത് ധനകാര്യ മേഖലയുടെ വികസനം. അഞ്ചാമത്തത് ധനകാര്യ മേഖലയുടെ വികസനം. അപ്പോൾ ഒരു രാജ്യത്തിന് വികസനം ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ യുവജനങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. 6 യുവജന ശക്തി, അവരുടെ കഴിവും ശേഷിയും നമ്മൾ എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം. 7ാമത്തേത് കഴിവ് ശേഷി പ്രയോജനപ്പെടുത്തൽ. അപ്പോൾ എന്തൊക്കെയാണ് സപ്തർഷികൾ എന്ന പേരിൽ മുന്നോട്ട് വെച്ച 7 നിർദ്ദേശങ്ങൾ? ഏതൊക്കെയാണ്? ഹരിത വളർച്ച, അടിസ്ഥാന സൗകര്യത്തിലും നിക്ഷേപത്തിലും വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, ഏറ്റവും താഴെ തട്ടിൽ വികസനം എത്തിക്കൽ, ധനകാര്യ മേഖലയുടെ വികസനം, യുവജനശക്തി, കഴിവ് അല്ലെങ്കിൽ ശേഷി പ്രയോജനപ്പെടുത്തൽ. കഴിവുണ്ടായാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രയോജനപ്പെടുത്തണം. അമൃതകാൽ വർഷത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ് എന്താണ്? അമൃതകാൽ വർഷത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ്. അപ്പോൾ ഒരു കാലാണ്. ഒരു കാലം എന്ന് പറയുമ്പോൾ ഒരു 25 ആണ്. ഒരു കാലാണ്. എന്ത് കാൽ? അമൃതകാൽ വർഷത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ്. അപ്പോൾ എന്താണ് അമൃതകാൽ? 2022 മുതൽ 47 വരെയുള്ള 25 വർഷത്തെ വികസന കാലയളവാണ് അമൃതകാൽ വളർച്ച എന്ന് പറയുന്നത്. എന്താണ്? 2022 മുതൽ 2022ന്റെ പ്രത്യേകത എന്താണ്? 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നതാണ്. 2022ൽ 47 എത്തുമ്പോൾ അത് 100 ആകും. അങ്ങനെ നമ്മൾ ആ 75 മുതൽ 100 വരെ ഉള്ളത് 2022 മുതൽ 47 വരെയുള്ള ആ 25 വർഷത്തെ വികസന കാലയളവിനെയാണ് അമൃതകാൽ വർഷം എന്ന് പറയുന്നത്. 2022 ഓഗസ്റ്റ് 15 അമൃതകാൽ വർഷം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1 ആ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. 2022-23 ബഡ്ജറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമൃതകാൽ വർഷത്തിലെ ആദ്യത്തെ ബജറ്റായി വരുന്നത് 2023-24 വർഷമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അമൃതകാൽ വർഷത്തിലെ ആദ്യത്തെ ബജറ്റാണ് 2023-24 ബജറ്റ്. വിഷൻ ഫോർ അമൃതകാൽ. അപ്പോൾ എന്തൊക്കെയാണ് അമൃതകാലിന്റെ വിഷൻ എന്ന് നമുക്ക് നോക്കാം. ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺസ് വിത്ത് ഫോക്കസ് ഓൺ യൂത്ത്. എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺ, നമ്മുടെ പൗരന്മാർക്ക് അവസരങ്ങൾ നൽകുക. വിത്ത് ഫോക്കസ് ഓൺ യൂത്ത്, കൂടുതൽ നമ്മൾ ആരെ ഫോക്കസ് ചെയ്യണം? യുവാക്കളെ ഫോക്കസ് ചെയ്യണം. യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വർദ്ധിപ്പിക്കുക. ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ. എന്തുണ്ടാകണം? വളർച്ചയും ഉണ്ടാകണം. തൊഴിലും ഉണ്ടാകണം. വളർച്ചയും തൊഴിലും ഉണ്ടാകണം. ജോബ് ക്രിയേഷനും ഉണ്ടാകണം. വളർച്ച ഉണ്ടാകുമ്പോൾ അവിടെ ഉറപ്പായിട്ടും ജോബ് ക്രിയേഷനും ഉണ്ടാകും. അത് അമൃതകാൽ വർഷത്തിന്റെ ഒരു വിഷനാണ്. ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക് എൻവയോൺമെന്റ്. സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക്. എന്താണ് മാക്രോ എക്കണോമിക്? മാക്രോ എക്കോണമിക് എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ്യം മൊത്തത്തിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ രാജ്യം മൊത്തത്തിലുള്ള ഒരു സമ്പദ്ഘടനയാണ് നമ്മൾ മാക്രോ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാക്രോ എക്കണോമിക് എൻവയോൺമെന്റും ഉണ്ടാകണം എന്നതാണ് അമൃതകാലിന്റെ വിഷൻ. അപ്പോൾ എന്തൊക്കെയാണ് അമൃതകാലിന്റെ വിഷൻ? ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺ വിത്ത് ഫോക്കസ് ഓൺ യൂത്ത്, ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ, സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കോണമിക് എൻവയോൺമെന്റ്. കേന്ദ്ര ബജറ്റ് 2023-24 പദ്ധതികൾ. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പദ്ധതികൾ കഴിഞ്ഞ എക്സാമിനും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. ദേഖോ അപ്പനാ ദേശ്. എന്താണ്? വരൂ നമ്മുടെ നാട് കാണൂ. ടൂറിസം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ദേഖോ അപ്പനാ ദേശ്, നമ്മുടെ രാജ്യത്തേക്ക് നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് നോക്കൂ. ടൂറിസ്റ്റുകളുടെ അടുത്ത് പറയുകയാണ് ദേഖോ അപ്പനാ ദേശ്. ടൂറിസം വികസനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് ദേഖോ അപ്പനാ ദേശ്.
PM പ്രണാം രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കൽ. PM പ്രണാം ഇത് ഓർത്തിരിക്കുക. PM പ്രണാം രാസവളങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. PM പ്രണാം രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ. ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ്. അടുത്തെന്താണ്? ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ്. ക്ലീൻ ആക്കുക. എങ്ങനെ ക്ലീൻ ആക്കുക? അണുവിമുക്തമായ പഴം പച്ചക്കറികളുടെ തൈകൾ കർഷകർക്ക് ലഭ്യമാകാൻ. എങ്ങനെയാണ്? അണുവിമുക്തമായ പഴം പച്ചക്കറികളുടെ തൈകൾ കർഷകർക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ്. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള പ്ലാന്റുകള് കർഷകർക്ക് നൽകുക. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള പ്ലാന്റുകള് കർഷകർക്ക് നൽകുക. അണുവിമുക്തമായ പഴം പച്ചക്കറികളുടെ തൈകളാണ് കർഷകർക്ക് ലഭ്യമാകേണ്ടത്. അതിനുള്ള പദ്ധതിയാണ് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ്. അടുത്തെന്താണ്? കർമ്മയോഗി സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്തൽ. കർമ്മയോഗി തൊഴിൽ ചെയ്യുന്നവൻ ആരാണ്? സർക്കാരിന് വേണ്ടി തൊഴിൽ ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെ ശേഷി ഉയർത്താനുള്ള പദ്ധതിയാണ് കർമ്മയോഗി. ഇപ്പൊ ഏതൊക്കെയാണ്? ദേഖ അപ്പനാദേശ് നമ്മുടെ നാട്ടിലേക്ക് നോക്കൂ, ടൂറിസം വികസനം. PM പ്രണാം രാസവളവുമായി ബന്ധപ്പെട്ടത്. ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് അണുവിമുക്തമായ പഴം പച്ചക്കറികളുടെ തൈകൾ കർഷകർക്ക് ലഭ്യമാകാൻ. കർമ്മയോഗി കർമ്മം തൊഴിൽ ചെയ്യുന്നത് ആരാണ്? സർക്കാർ ജീവനക്കാർ. സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്തൽ. PVTG എന്താണ്? പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. അപ്പോൾ PVTG ട്രൈബ്സിന് വേണ്ടിയുള്ളതാണെന്ന് ഓർക്കുക. പ്രധാനമന്ത്രി പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. ഈ വികസന പദ്ധതി എന്തിനാണ്? രാജ്യത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി. അപ്പൊ എന്താണ്? PVTG പ്രധാനമന്ത്രി പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. അതിന്റെ എക്സ്പാൻഷൻ നോക്കുക. പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. രാജ്യത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി. 2047 സിക്കിൾ സെൽ അനീമിയ എന്താണ്? സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു. അപ്പോൾ ഏത് രോഗം പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പദ്ധതികളാണ് 2023-24 ബജറ്റിൽ അവതരിപ്പിച്ചത്? ഏതാണ്? സിക്കിൾ സെൽ അനീമിയയാണ്. ഏതാണ്? സിക്കിൾ സെൽ അനീമിയ 2047 കൂടി തുടച്ചു മാറ്റാനാകുമെന്നാണ് പറയുന്നത്. അപ്പർ ഭദ്ര പ്ലാൻ എന്താണ്? അപ്പർ ഭദ്ര പ്ലാൻ ജലസേവനത്തിനും കുടിവെള്ളത്തിനുമായുള്ള ജലത്തിന്റെ ലഭ്യത. അപ്പർ ഭദ്ര ഭദ്രമായിട്ട് എന്ത് ലഭിക്കണം? വെള്ളം. എന്ത് വെള്ളം? കുടിവെള്ളവും ലഭിക്കണം. ജലസേവനത്തിന് ജലസേവനം എന്ന് പറയുമ്പോൾ കൃഷി മറ്റു കാര്യങ്ങൾക്കുള്ള വെള്ളം, കുടിവെള്ളവും ലഭിക്കണം, മറ്റു ആവശ്യങ്ങൾക്കുള്ള വെള്ളവും ലഭിക്കണം. അതാണ് അപ്പർ ഭദ്ര പ്ലാൻ. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ചെറുകിട സമ്പാദ്യ പദ്ധതി. സേവിങ്സ് ആണ് മഹിളാ സമ്മാൻ. വനിതകൾ പറയുമ്പോൾ നമ്മൾ കുട്ടികളെയും കൂടെ ചേർത്ത് പറയുക. വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് ഏത്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻ വരാം, വനിതകൾക്ക് വേണ്ടിയുള്ള ചെറുകിട സമ്പാദ്യ പദ്ധതി എന്ന് വരാം. ഓർത്തിരിക്കുക, വനിതകൾക്ക് മാത്രമല്ല കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ്. വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. കൗശൽ എന്താണ്? കൗശൽ തൊഴിൽ. അപ്പോൾ എങ്ങനെയാണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി. കൗശൽ വികാസ് തൊഴിൽ വികസിപ്പിക്കുക. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. മിഷ്ടി കണ്ടൽ കാടുകളുടെ സംരക്ഷണവും പ്രോത്സാഹനവും. ചോദിക്കാം. മിഷ്ടി MISHTE മിഷ്ടി എന്തിനാണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് മിഷ്ടി. അപ്പൊ ഇത്രയുമാണ് 2023-24 പദ്ധതികൾ. അടുത്തത് 2023-24 കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഇനം. ശ്രദ്ധിക്കുക, ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ ടൈം പീരീഡ് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നോക്കുക. കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2023-24 കേന്ദ്ര ബജറ്റ് പ്രകാരം
സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഇനം GST ആണ്. ഏതാണ്? GST ആണ്. ശ്രദ്ധിക്കുക, 2024-25 ഇടക്കാല ബജറ്റ് വരുമ്പോൾ ഇത് മാറുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. 2023-24 കേന്ദ്ര ബജറ്റ് പ്രകാരം സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഇനം GST ആണ്. ഒന്ന് ഓർത്തിരിക്കുക. 2024-25 ഇടക്കാല ബജറ്റിൽ ഇത് ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ആദായ നികുതി, ഇൻകം ടാക്സിലാണ് ഏറ്റവും കൂടുതൽ സർക്കാരിന് വരുമാനം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് തിരിയരുത് എന്ന് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ അതുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്ലാസ് ഇടക്കാല ബജറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഒന്നുകൂടെ പറയാം, ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഓർത്തിരിക്കുക. 2023-24 കേന്ദ്ര ബജറ്റ് പ്രകാരം സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഇനം, എന്തിനം? നികുതി ഇനമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. നികുതി ഇനം എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം GST 17%. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കടം വാങ്ങലും മറ്റ് ബാധ്യതകളിലൂടെയുമാണ്. അപ്പൊ സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കടം വാങ്ങുന്നതിലൂടെയാണ്. കടം വാങ്ങിയാണ് നമ്മൾ പല ക്ഷേമ പദ്ധതികളും നടത്തുന്നത്. അപ്പോൾ കടം വാങ്ങലിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. അത് എത്രയാണ്? 34%. അതെപ്പോഴും സെയിം തന്നെയാണ്, ശതമാനമല്ല ഈ സ്റ്റേറ്റ്മെന്റ്. 2023-24 ബഡ്ജറ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ ചെലവ്, അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം കടം വാങ്ങുന്നതിലാണ്. കടം വാങ്ങിയാൽ മാത്രം മതിയോ? നമ്മൾ വീട്ടുകയും കൂടി ചെയ്യണ്ടേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് ഉണ്ടാകുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. പലിശയും തിരിച്ചടവുകളുമാണ് ഏറ്റവും കൂടുതൽ ചെലവ്. അത് 20%. ആ പെർസെൻറ്റേജും കൂടെ ഓർത്തിരിക്കുക. GST 17% വരുമാനം, കടം വാങ്ങലും മറ്റ് ബാധ്യതകളും 34% വരുമാനം. പിന്നെന്താണ്? ഏറ്റവും കൂടുതൽ ചെലവുണ്ടാകുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ്. അത് എത്രയാണ്? 20%. അപ്പൊ ഇത്രയുമാണ് 2023-24 ബജറ്റിനെ പറ്റി പറയാനുള്ളത്. അമൃതകാൽ വർഷമൊന്നും മറക്കരുത്. അതുപോലെ ഈ ലാസ്റ്റ് പറഞ്ഞ നികുതി ഇനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം GST, എന്നാൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും. ഇതൊന്നും മറക്കാതിരിക്കുക. അടുത്ത നമുക്ക് ബജറ്റിനെ പറ്റി ഒന്ന് നോക്കാം. നമ്മൾ കേന്ദ്ര ബജറ്റ് പറയുമ്പോൾ ബജറ്റ് എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ചെറുതായിട്ട് ബജറ്റും കൂടെ നോക്കിപ്പോകാം. ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യ രേഖയാണ് ബജറ്റ്. ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏതുവരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം. ഇത് തിരിയരുത്. ഏപ്രിൽ 1, മാർച്ച് 31 ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 112 ആണ്. ഓപ്ഷനിൽ 110 ഉണ്ടാകും. ശ്രദ്ധിക്കുക, 112 ആണ് ബജറ്റ്. 110 എന്താണ്? 110 മണി ബില്ലാണ്. ആർട്ടിക്കിൾ 110 എന്താണ്? ആർട്ടിക്കിൾ 110 മണി ബില്ലാണ്. ആർട്ടിക്കിൾ 112 ആണ് ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ബജറ്റ് റീസെന്റ് ആയിട്ട് ബജറ്റൊക്കെ പ്രഖ്യാപിച്ചത് കൊണ്ട് ബജറ്റിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ബജറ്റിന് 2 അക്കൗണ്ടുകളുണ്ട്. റവന്യൂ ബജറ്റ് അഥവാ റവന്യൂ അക്കൗണ്ട്, മൂലധന ബജറ്റ് അഥവാ മൂലധന അക്കൗണ്ട്. ഇത് എന്താണെന്നൊക്കെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ബജറ്റിന് 2 അക്കൗണ്ടുകളുണ്ട്. റവന്യൂ ബജറ്റ് അഥവാ റവന്യൂ അക്കൗണ്ട്, മൂലധന ബജറ്റ് അഥവാ മൂലധന അക്കൗണ്ട്. നടപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. എന്താണ്? നടപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്. ഗവൺമെന്റിന്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്. നമുക്ക് ആസ്തിയുമുണ്ട്, അതിനനുസരിച്ച് ബാധ്യതയുമുണ്ട്. അപ്പൊ എന്താണ്? ഗവൺമെന്റിന്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട്. അപ്പോൾ ബജറ്റിന് 2 അക്കൗണ്ട് ഉണ്ട്.
റവന്യൂ ബജറ്റ് അഥവാ റവന്യൂ അക്കൗണ്ടും മൂലധന ബജറ്റ് അഥവാ മൂലധന അക്കൗണ്ടും. നടപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. ഗവൺമെന്റിന്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ വാർഷിക ധനകാര്യ പ്രസ്താവന എന്താണ്? വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് ബജറ്റിനെ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ ബജറ്റ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ്. വരുമാനം കൂടുതലും ചെലവ് കുറവും കാണിക്കുന്ന ബജറ്റാണ് മിച്ച ബജറ്റ്. നമുക്കറിയാം, വരുമാനം കൂടുതലും ചെലവ് കുറഞ്ഞു ഇരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മിച്ചം വരുന്നത്. സർപ്ലസ് മിച്ചം. ഓർക്കുക, ഇംഗ്ലീഷിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സർപ്ലസ് ഡെഫിസിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സർപ്ലസ്. വരുമാനം കുറവും ചെലവ് കൂടുതലും. വരുമാനം കുറവും ചെലവ് കൂടുതലും വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കമ്മി ഉണ്ടാവും. അതാണ് കമ്മി ബജറ്റ് അല്ലെങ്കിൽ എന്താണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഡെഫിസിറ്റ് അല്ലെങ്കിൽ കമ്മി ബജറ്റ്. വരുമാനവും ചെലവും തുല്യമായി നിൽക്കുമ്പോൾ ബാലൻസ്ഡ് ആയി. ബാലൻസ്ഡ് ബജറ്റ് അല്ലെങ്കിൽ സന്തുലിത ബജറ്റ്. ഏതൊക്കെയാണ്? മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്, സന്തുലിത ബജറ്റ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? കാനിങ് പ്രഭുവാണ്. വർഷം ഓർത്തിരിക്കുക, 1860 കാനിങ് പ്രഭുവാണ് ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്നെങ്കിലും 1860 ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് അദ്ദേഹമല്ല. അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. നമ്മുടെ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബജറ്റ് അവതരിപ്പിക്കുന്നത് 1860. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ഷെട്ടി. അപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ R.K. ഷൺമുഖം ഷെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായി ആണ്. നമ്മുടെ ഭരണഘടന 1950 ശേഷം നിലവിൽ വന്നതിന് ശേഷം അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായി ആണ്. അങ്ങനെയെങ്കിൽ ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ജോൺ മത്തായി വളരെ കുറച്ചു കാലം ഇരുന്നോളൂ ധനകാര്യമന്ത്രിയായിട്ട്. അപ്പൊ ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് C.D. ദേശ്മുഖ് ആണ്. തിരിഞ്ഞു പോകരുത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ഷെട്ടി. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ മത്തായി. ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് C.D. ദേശ്മുഖ്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. നമുക്കറിയാം, ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. അങ്ങനെയെങ്കിൽ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് എന്താണ്? സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത് സമ്പൂർണ്ണമല്ല, ഒരു ഇടക്കാല ബജറ്റ് ആയിരുന്നിരിക്കണം. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഓർത്തിരിക്കുക, ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇന്ദിരാഗാന്ധി തരും, ക്വസ്റ്റ്യൻ നോക്കി വായിച്ച് ഉത്തരം എഴുതുക. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? മൊറാർജി ദേശായി. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്. 10 ബജറ്റുകളാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വ്യക്തി, അദ്ദേഹം 9 ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടാസ്ക് തരുന്നുണ്ട്. കമന്റ്സ് കുറവാണ്, തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓർമ്മയാണ് ഉണർത്തുന്നത്. ഏറ്റവും കൂടുതൽ വാങ്ങിയ ആൾ നമുക്ക് ഓർമ്മ വരും, രണ്ടാമത്തെ ആൾ നമുക്ക് ഓർമ്മ വരില്ല. ചിലപ്പോൾ PSCക്ക് ആവശ്യം രണ്ടാമത്തെ ആളെയാണ്. 9 ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ്. ആരാണെന്ന് കമന്റ് ചെയ്യുക. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് R.K. ഷൺമുഖം ഷെട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഇടക്കാല ബജറ്റൊക്കെ അവതരിപ്പിച്ചില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്?
RK ഷൺമുഖം ഷെട്ടിയാണ് ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് CD ദേശ്മുഖ്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് CD ദേശ്മുഖ്. ഇവിടെ ഒന്നുകൂടെ പറയാനുണ്ട്, ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആയിരുന്നു. 6 ബജറ്റാണ് തുടർച്ചയായി അവതരിപ്പിച്ചത്. ആ റെക്കോർഡ് നമ്മുടെ നിർമ്മല സീതാരാമൻ 2024-25 സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി മറികടന്നിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ ഇപ്പോൾ 7 ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. അതുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് CD ദേശ്മുഖ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിമാരായ വ്യക്തികളാണ് R വെങ്കിട്ടരാമനും പ്രണബ് കുമാർ മുഖർജിയും. പ്രണബ് കുമാർ മുഖർജി ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ പ്രണബ് കുമാർ മുഖർജിയെ പറ്റി വരാം. അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തികളാണ് R വെങ്കിട്ടരാമനും പ്രണബ് കുമാർ മുഖർജിയും. കേരളത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നമ്മുടെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായ C അച്യുതമേനോനാണ്. C അച്യുതമേനോൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് KM മാണി. എത്രയാണ്? 13 ബജറ്റാണ് KM മാണി അവതരിപ്പിച്ചത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക്. 3 മണിക്കൂർ 18 മിനിറ്റാണ് ഡോക്ടർ തോമസ് ഐസക് ബജറ്റ് പ്രസംഗം നടത്തിയത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക്. 2017 മുതൽ റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ ലയിപ്പിക്കാൻ തീരുമാനമായി. അപ്പോൾ റെയിൽവേ ബജറ്റും പൊതു ബജറ്റും രണ്ടും രണ്ടായിരുന്നു. 2 ബജറ്റായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 2017 മുതൽ റെയിൽവേ ബജറ്റ് എന്നൊരു ബജറ്റ് ഇല്ല. രണ്ടും കൂടെ ചേർത്ത് ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ലയനത്തിന് ശേഷം, അതായത് റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൽ ലയിച്ചതിന് ശേഷം ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തിയാണ് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി. ആരാണ്? അരുൺ ജെയ്റ്റ്ലി. പൊതു ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് എന്തിലൂടെയാണ്? ബജറ്റിലൂടെയാണ്. ബജറ്റിലൂടെ എന്ത് പ്രതിപാദിക്കുന്നു? പൊതു ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ. എന്താണ്? പൊതു ധനകാര്യ സംബന്ധമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ബജറ്റിലൂടെയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് 2023-24 വർഷത്തെ ബജറ്റും പിന്നെ എന്താണ് ബജറ്റ്, ബജറ്റുമായി ബന്ധപ്പെട്ട് PSC എന്തൊക്കെ ചോദിക്കാം എന്ന് വേണ്ട വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നന്നായി ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞ ഒരു പോയിന്റും മറക്കാതിരിക്കുക. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ വരും ക്ലാസ്സുകളിൽ ഇടക്കാല ബജറ്റും, അതായത് 2024-25 ഇടക്കാല ബജറ്റും നോക്കണം, 2024-25 ബജറ്റും നമ്മൾ നോക്കണം. ഇത് നോക്കാതെ അടുത്ത LD എക്സാം ഒന്നും ആരും എഴുതാൻ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വരും ക്ലാസ്സുകളിൽ നമുക്കിതെല്ലാം നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്